ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സിമ്പിൾ ഡിഷാണ്. അധികം ആരും അങ്ങനെ എപ്പോഴും ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവോള ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലുതായിട്ട് തന്നെ അരിഞ്ഞതെടുക്കുക. അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ജീരകപ്പൊടിയാണ്. അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ചില്ലി ചിക്കനും ഒക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് വെക്കുന്നത്. ആ ഒരു സെയിം മെത്തേഡിലാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയെല്ലാം ആ പ്രോൺസിൽ നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചില്ലി ചിക്കനും ചില്ലി പ്രോൺസും എല്ലാം സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചധികം ഓയിൽ എടുത്താലും ബാക്കി വരുന്ന ഓയിലിൽ നമുക്ക് സവാളയൊക്കെ വഴറ്റാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ഇതേപോലെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റാം. നമുക്ക് ഫുള്ളായിട്ട് ഇത് മാറ്റി കൊടുക്കാം. നമ്മളെല്ലാം മാറ്റിയ ശേഷം ആ ബാക്കി വന്ന ഓയിലിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ ജസ്റ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോളയാണ്. അതും ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഇതുപോലെ ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്, 2ആയിട്ട് കീറി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു പഴുത്ത വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പ്രോൺസിന്, അതായത് ചെമ്മീനനുസരിച്ച് നമുക്ക് സവോള എല്ലാം എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ സവോള വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമായെന്ന് വരില്ല, ഒരു പച്ച ചവ ഇഷ്ടമായെന്ന് വരില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രോൺസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ സെയിം മസാല തന്നെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്രേവിയിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഫ്ലേവറിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ഒരു പച്ചമണമൊക്കെ നമുക്ക് മാറി കിട്ടണം. ആ ഒരു സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ആദ്യമേ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടണം. അതായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നത്. കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിൽ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ നിറയെ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു മസാലയൊക്കെ പ്രോൺസിൽ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ വഴറ്റിയെടുത്താൽ മതി. അഥവാ അല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവറിൽ അല്പം പാലോ അല്ലെങ്കിൽ വെള്ളമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒന്ന് ഗ്രേവി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിതുപോലെ തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചില്ലി, അതായത് ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അധികം ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒപ്പം എല്ലാത്തിനൊപ്പം നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഐറ്റമാണ്. ഇനി നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീൻ വെച്ചിട്ട് എല്ലാവരും എപ്പോഴും ഒന്നും ചെയ്ത് നോക്കാത്തൊരു ഐറ്റമാണ്. മിക്കപ്പോഴും റോസ്റ്റ് ചെയ്യാറൊക്കെയാണ് പതിവ്. പക്ഷേ ഈ രീതിയിൽ ഈ ഒരു ചില്ലി പ്രോൺസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.